പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പേര് പിതാവിൻ്റെ പേരാണ്. ഞാൻ ആ പേരിൽ ഒത്തിരി അഭിമാനം കൊള്ളുന്ന ആളാണ്. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പിതാവിന്റെ മാധ്യസ്ഥം കൂടി ഓർത്തുകൊണ്ട് നിയോഗം പറയണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ വളർത്തച്ഛനും കേട്ടേക്കറുമായ പരിശുദ്ധ ഔഷപിതാവിൻ്റെ തിരുനാള്, സ്വർഗീയ കയറ്റ തിരുനാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഔഷപിതാവ് ചെന്ന ഇടത്തേക്ക് ഉള്ള യാത്രയാണ് ജീവിതമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ഒത്തിരിയേറെ അതിൻ്റെ ആയിട്ടുള്ള വ്യവഹാരിക ഞെരുക്കങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ഔഷപിതാവിനെ പോലെ ജീവിതത്തെ തണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ദൈവമേൽപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അതിൽ സമർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഞെരുക്കങ്ങൾ വിശ്വാസ ഞെരുക്കങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഔഷപിതാവിൻ്റെ തിരുനാളിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരെയും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ്. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനും കൈമാറാനും വേണ്ടി യാത്ര ചെയ്തൊരു മനുഷ്യൻ്റെ മാധ്യസ്ഥ ആഘോഷിക്കുമ്പോൾ
എല്ലാ യാത്രക്കാരും നീ ആശീർവദിക്കണമേ. യാത്രയിൽ ഭവനങ്ങളിൽ തിരിച്ചു വരുന്നവർ, ഈ രാജ്യം വിട്ടു പോകുന്നവർ, നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ നേടി പോകുന്നവർ, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ, എല്ലാവരെയും തൊഴിലിനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലിനെ ലോകത്തിന് സ്ഥാപനത്തിന് വേണ്ടി, പുനഃക്രമീകരണത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് പുനർനിർമ്മാണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തോട് ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിറവേറ്റുവാൻ, നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ, ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം, കായികമാകാം, അത് മാനസികമാകാം, ശാസ്ത്രീയമാകാം, അഭിനയമാകാം, കഴിവുള്ള നൈപുണ്യമാകാം, എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിനെ ദൈവം തന്ന കഴിവാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സൃഷ്ടികരണത്തെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റുന്ന സുവിശേഷ വേലയാണ് തൊഴിൽ കൈമാറ്റത്തോടെ നടക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ആശുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യപ്രധാനം എപ്പോഴും കാണുമ്പോൾ ഉണ്ണീശോയെ കൈവച്ചുകൊണ്ട് കയ്യിലെടുക്കുന്ന ഉണ്ണീശോനെ കാണുന്നത്, പക്ഷേ അതേസമയം കുഞ്ഞുങ്ങളെ പ്രതി വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ആവശ്യപ്രധാനം പോലെ സങ്കടം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് രോഗങ്ങൾ വന്നതിന് ശേഷം അവരെ സുഖപ്പെടുത്താനും കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നുപോയി രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടവർക്ക് നിൻ്റെ കൃപ നൽകിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുണ്ട് കർത്താവെ, അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ മനസ്സിന് അനുഭവിക്കുന്ന പീഡകൾ കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ, അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതെ മഹത്വപ്പെടുത്താനുള്ള മാനസികാവസ്ഥ കൊടുത്ത് ആന്തരികമായ അഭിഷേകം നൽകി അവരെ ധന്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആവശ്യപ്പെട്ട മാതാവുമായിട്ട് കർത്താവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവരുടെ നീതിയിൽ നിന്ന് വിട്ടുപോകാതെ നിന്ന് കർത്താവ് നീതിയിൽ നിന്ന് മാതാപിതാക്കന്മാർ വിട്ടുപോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാകത്തില്ലെന്നറിയാം. ദൈവത്തെ സന്നിധിയിലെ സുവിശേഷത്തിനോടുള്ള വിശ്വസ്ത കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നീതിയിൽ ജീവിക്കാൻ ദമ്പതികളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളുടെ ജോലികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പഠനങ്ങൾ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പരീക്ഷകൾ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാവസ്ഥകളും ഉറക്കമില്ലായ്മയും പ്രഷറിലും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണ പോലെ വൈതാക്രമ ദൈവികമായ സത്യം അവരിലേക്ക് ആവസിക്കുകയും കർത്താവ് ഉച്ചമുള്ള കലവരെ കർത്താവ് രക്തം പരിസരിക്കുകയും ആന്തരികമായി അവരും ബാഹ്യമായും കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ തിരുകൃപ ലഭിച്ച സമാധാനത്തിൻ്റെ അവകാശികളെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരെ ആശീർവദിക്കണമേ. ഇന്ന് ഓരോ വിഷയം അവസാനിപ്പിക്കുന്നവരെ ആശീർവദിക്കണമേ. എല്ലാം ദൈവത്തെ അവസാനിപ്പിക്കുവാനും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ നീതി ഉപകരണങ്ങളുമാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്തവ്യമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള തിക്തമായ അനുഭവങ്ങളെ നിത്യപരമായ പരാജയങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിൽ അകന്നു പോകാതെ ആവശ്യപ്പെടാതെ നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് വിശുദ്ധ ബലിപീഠത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് യോജിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വം ഞങ്ങളെ ഉപകരണം സുഖത്തിൻ്റെ കൃപ ആർജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണമാക്കി സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിന് സാക്ഷിയായി പോകാനുള്ള സുവിശേഷവിഹിതമായ കൃപയായി ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശ്രയിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ഇന്ന് ഘട്ടങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളാൽ യേശുവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ, എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ, എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഔഷധപിതാവിൻ്റെ സാന്നിധ്യവും നിൻ്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ, നിൻ്റെ ജീവിതത്തെ ആശീർവദിക്കട്ടെ, നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നീ നല്ല ഊർജ്ജസ്വലനായ നാളെയും ഈ ഡെയിലി ബ്രെഡിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിൻ്റെ ഉറക്കം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് 19 ബുധനാഴ്ചയാണ്. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഔഷധപിതാവിൻ്റെ മാധ്യസ്ഥ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ഉറക്കമുറിയിൽ ഞാൻ ഔഷധപിതാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യണ കാര്യം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഔഷധപിതാവിൻ്റെ അടുത്ത് പോയി തൊട്ടുമുത്തു. ഞാൻ കിടക്കാൻ വേണ്ടി എൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ, ഞാൻ പകലങ്ങനെ കിടക്കത്തില്ല, കിടക്കണത് രാത്രി 10 മണി, എഴുന്നേൽക്കണത് 4 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ 5 ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പോഴും ഔഷധപിതാവിനെ തൊട്ടുമുത്തും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധപിതാവിൽ തൊട്ട് മാധ്യസ്ഥ തുടങ്ങുന്ന ജീവിതം ഔഷധപിതാവിൽ അവസാനിക്കുകയാണ്.
കാര്യം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി ഔസേപ്പിതാവിനെ തന്നെയാണല്ലോ നമ്മൾ മധ്യസ്ഥമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കെപ്പോഴും ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ ഔസേപ്പിതാവ് ബൈബിളിലൊരു വാക്കുണ്ടേ, ജോസഫിനെ അറിയാത്ത ഒരു അധികാരി വന്നെന്ന്. എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ, അതുപോലെ ഔസേപ്പിതാവ്. ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ്, ഹൃദ്യമല്ല, ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പറഞ്ഞ വാക്കാണ്. പുറപ്പാട് 1:8. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു. ഔസേപ്പിതാവിന്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും, ദൈവത്തിന് ഔസേപ്പിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോകും. ഔസേപ്പിനെ അറിയാത്ത അധികാരിയായിട്ട് ദൈവം നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. മാതാവ് സന്തോഷം, കർത്താവിൻ്റെ സന്തോഷ ജീവിതം ഓശാന പാടി എതിരേറ്റൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. ആ വഴികളിൽ ഒളിഞ്ഞും തെറിഞ്ഞും കർത്താവിൻ്റെ യാത്രയിൽ അമ്മ ഉണ്ടായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മാഗ്ഡലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടിയെടുക്കണതൊക്കെ അമ്മ ഉറക്കത്തിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു. കർത്താവ് ഉയർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത്. ആ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗളവാർത്തയിൽ ആദ്യം പറഞ്ഞത്. അപ്പം അമ്മ അത് വിശ്വസിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞത്. കർത്താവിനെ ആലോചിച്ച കാര്യം നിറവേറുന്നു വിശ്വസിച്ച് നീ ഭാഗ്യവതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തുന്നേപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്ത തന്നെ സംഭവിച്ച കാര്യമാണ്. അത് എനിക്ക് എപ്പോഴും ഈ സ്വപ്നത്തിൽ ഔസേപ്പിതാവിനെ കൊടുത്ത സന്ദേശങ്ങൾ ഇത് വളരെ പരിമിതമാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് പറയും, എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ ഔസേപ്പിതാവിനോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ ജീവിച്ചു എന്നുള്ള കാര്യമുണ്ടല്ലോ, ഒരു വല്ലാത്ത സംഭവമാണ്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞില്ലേ എലിസബത്തിലൂടെ, മേരി കർത്താവിനെ അളിച്ചത് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് നമുക്കൊരു അടയാളമില്ലാത്ത കാലം ഉണ്ടാകും. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു അടയാളമില്ലാത്ത ജീവിതമാണ്. ഒന്നും കണ്ടില്ല. അമ്മ എല്ലാ അടയാളം കണ്ടു, ഔസേപ്പിതാവ് ഒരു അടയാളം കണ്ടില്ല, എന്നിട്ടും വിശ്വസിച്ചു. അതാണ് അദ്ദേഹത്തെ നീതിമായെന്ന് സ്വർഗം പറയണത്. കാര്യം അത് സ്വർഗരാജ്യത്തിൻ്റെ നീതിയാണ്. ഔസേപ്പിതാവ് ഫോളോ ചെയ്യണത് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ്. നീതിയും സമാധാനവും എന്നൊക്കെ പറയട്ടെ. റോമ 14:17. കാരണം ദൈവരാജ്യത്തിന്റെ മൂല്യം കണ്ടില്ലേ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത അത് ലോകരാജ്യത്തിനാണ് ഭക്ഷണവും പാനീയവും പറയുന്നത്. പ്രത്യുത നീതിയും സമാധാനവും. ദൈവ മനസ്സ് നിറവേറ്റുന്ന നീതിയുണ്ട്, ദൈവനീതിയാണ്. നീതിയും സമാധാനവും അത് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തെ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. അപ്പൊ ആ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് അർത്ഥം. ഈ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് ഈശോ പറയുന്നില്ലേ. അത് ദൈവരാജ്യം നമ്മൾ തന്നെ ആകുന്നതിൻ്റെ ആളുരൂപമാണ് ഈ ഔസേപ്പിതാവ് എന്ന് പറയുന്ന ആള്. എൻ്റെ മോഡലാണ്. ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ എടുത്തില്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഔസേപ്പിതാവിനാണ് എടുത്തു പറയണത്, ദൈവരാജ്യത്തിന് മോഡലായിട്ട്. ഇത് കണ്ട് നമുക്ക് വളരാം, ഇത് കണ്ട് ക്രിസ്തുവിനെ വളർത്താം, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കും.